വണ്ടി ഒന്ന് നിർത്താൻ പറയോ? വിവേകം ചാരുവല്ലേ? അപ്പോ അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. നന്നായി. ഒന്നുമില്ലെങ്കിലും ചാരുവെങ്കിലും ഒരു കരയ്ക്കെത്തിയല്ലോ. മേഘമോളെ, അവരെ നിനക്ക് പരിചയമുള്ളവരോ മറ്റോ ആണോ? അത് ആന്റി, അത് അവള് എനിക്കറിയാവുന്ന ഒരാളെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതാരാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മേഘ മംഗലാപുരത്തേക്ക് വന്നിട്ടുണ്ടോ? പറയൂ മേഘ, എന്താ മിണ്ടാത്ത? ഇതിനു മുമ്പ് മംഗലാപുരത്ത് വന്നിട്ടുണ്ടോന്ന്? ഇല്ല, വന്നിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അമ്മ ഇതിനു മുമ്പ് എവിടെയായിരുന്നു താമസിച്ചിരുന്നേ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ നാട് എവിടെയായിരുന്നു? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എവിടെയായിരുന്നു അമ്മേ? ഇപ്പൊ അവരൊക്കെ എവിടെയുള്ളേ? ഇതുവരെ അമ്മ എന്താ അവരെയൊന്നും കാണിച്ചു തരാത്ത എനിക്ക്? ചിക്കു, ഈയിടെയായിട്ട് നിന്റെ നാവിന് കുറച്ച് നീളം കൂടുന്നുണ്ട് കേട്ടോ. ഉള്ള എനർജി മുഴുവൻ ഇങ്ങനെ വായിട്ടലച്ച് തീർത്തോ. ഇപ്പൊ കാർണോർ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണാവോ? സമയാവുമ്പോ അമ്മ തന്നെ എല്ലാം പറഞ്ഞോളൂ. അർജുൻ, നീ വണ്ടി നോക്കി ഓടിക്കേ. ചാരു, എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിക്കൂടെ? ഇപ്പൊ നിന്നോട് കൊച്ചു വർത്താനം പറയാനുള്ള മൂടൊന്നും എനിക്കില്ല വിവേക്. എത്ര പറഞ്ഞാലും ഈ വിവേക്ക് കേക്കൊന്നും തോന്നുന്നില്ലല്ലോ. ഇപ്പോഴും ആ ചാരുവിനെയും പുറകിലിരുത്തിക്കൊണ്ട് പോകുന്നുണ്ടില്ലേ? ഈ ചാരുവിനൊട്ട് നാണമില്ലാണ്ടായിരിക്കാണല്ലോ. വച്ചിട്ടുണ്ട് ഞാൻ. ഡ്രൈവർ, നീ കാറ് നേരെ കൊണ്ട് ആ ബൈക്കിന് മുമ്പിൽ നിർത്ത്. നീ എന്താടി കാണിക്കുന്നേ? എത്ര തവണ പറഞ്ഞാലും നിനക്ക് നാണമില്ലടി. ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ മോന്റെ പുറകെ കയറി ഇരുന്ന് പോന്നു. എന്റെ മോന്റെ പുറകെ പ്രേമാന്ന് പറഞ്ഞ് നടക്കരുതെന്ന് വോൺ ചെയ്തതല്ലേ? എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നേ? വൃത്തികെട്ടവള്. നിനക്കും നിന്റെ ചേച്ചിക്കും നാണോ മാനോ ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. മതി പ്രേമത ആന്റി, വെറുതെ അനാവശ്യം വിളിച്ചു പറയാൻ നിൽക്കണ്ട. ഇത് അനാവശ്യമൊന്നും അല്ലടി. നിന്നെ പോലുള്ളവർക്ക് ഇതൊന്നും പോരാ. അല്ല, എന്ത് പറഞ്ഞാലും ഉളുപ്പില്ലാത്തവളല്ലേ? ആട്ടി പുറത്താക്കിയിട്ടും എന്റെ മോന്റെ തോളെ കയറി നടക്കുന്നവള്. എന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. എന്റെ മോനെ കിട്ടുന്ന നീ ഈ ജന്മം വിചാരിക്കണ്ട. മോം, അവൾ എന്റെ പുറകെ നടന്നൊന്നുമല്ല മോം. ഞാനാ കൊണ്ട് ഡ്രോപ്പ് ചെയ്തോളാന്ന് പറഞ്ഞ് അവളെ വിളിച്ചു കയറ്റിയത്. പലവട്ടം ഞാൻ ചോദിച്ച ശേഷം അവൾ എന്റെ കൂടെ ഈ ബൈക്കിൽ കയറാന്ന് തന്നെ സമ്മതിച്ചത്. വെറുതെ ചാരുവിനെ കുറ്റപ്പെടുത്താൻ നിക്കല്ലേ മോം. നീ മിണ്ടിപ്പോരുത്. നിനക്കൊന്നും അറിയില്ല. നീ ഒരു നിഷ്കളങ്കനായതുകൊണ്ടാ അവള് നിന്നെ വശത്താക്കി വെച്ചേക്കുന്നത്. നീ ഒരു പാവായതുകൊണ്ടാടാ നിന്നെ വശീകരിച്ചെടുത്ത് നന്ദൻ ഫാമിലിയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അവള് ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ തലതെറിച്ച ചേച്ചി ഉണ്ടാക്കി വെച്ചത് പോരാഞ്ഞിട്ടാണോ അവളുടെ പോരായ്മ തീർക്കാൻ നീയും ഇറങ്ങിയേക്കുന്നത്? അവളോടുള്ള പക തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് നീയും കൂടി വേണ്ടാത്ത ദുരുദ്ദേശം മനസ്സിൽ വെച്ചോണ്ട് എന്റെ മകനെ ബലിയടാക്കാൻ നോക്കണ്ട. നീ ഇനി തല കുത്തി നിന്നാലും ശരി, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം നീ ആ നന്ദൻ ഫാമിലിയുടെ വാതിൽ പടി ചവിട്ടില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായോ വിവേക്? വിവേക്, ഇനി നിന്നെ ഇവളുടെ കൂടെ എങ്ങാനും കണ്ടെന്നിരിക്കട്ടെ, നിന്നെ ഞാനൊന്നും ചെയ്യില്ല.
ദേ നിക്കുന്നില്ലേ, ഇവളുടെ കയ്യും കാലും ഞാനിങ്ങ് വലിച്ചൂരിയെടുക്കും. ഓർമ്മയിരിക്കട്ടെ. ഗ്രാനി, ഈ വീട് നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടായിട്ടോ. ഈ വീട്ടിൽ അർജുൻ ജനിച്ചു വളർന്നത്. ഈ വീടുമായിട്ടുള്ള ആത്മബന്ധം അത്രയും വലുതാ. എന്നാൽ ഇവിടെ താമസിക്കാണ്ട് എന്തിനാ ഡൽഹിയിൽ പോയി താമസിക്കുന്നേ? അതിനൊക്കെ വലിയ വലിയ കാരണങ്ങളുണ്ട് ചിക്കു. അപ്പോഴത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. പോകാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. അന്ന് നിന്റെ അപ്പൂപ്പൻ ഡൽഹിയിലേക്ക് താമസം മാറ്റാൻ വേണ്ടി നിർബന്ധം പിടിച്ചു. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ ദൈവം അനുഗ്രഹിച്ചല്ലോ. എനിക്ക് സമാധാനായി മോളെ. മേഘ, അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടായി. നല്ല ശാന്തമായ അന്തരീക്ഷം. ഇവിടെ വന്നപ്പോ തൊട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനും തോന്നുന്നുണ്ട്. ഈ വീട് ഉറപ്പായും അർജുന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സമ്മാനിക്കും. നീ വേറെ ഞങ്ങള് വേറെ എന്നല്ലല്ലോ മോളെ. നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയേ. നിന്റെ എന്റെ എന്നൊന്നും പറഞ്ഞ് ദൂരെ മാറി നിൽക്കാൻ നോക്കണ്ട. ഗൗരിയമ്മേ, അങ്ങനെ നമ്മൾ വീണ്ടും തറവാട്ടി തിരിച്ചെത്തി. അർജുൻ കുഞ്ഞു ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഗൗരിയമ്മ അമ്പലത്തിലും ആവും. ഞാൻ അടുക്കള കാര്യങ്ങളായി ഒതുങ്ങും. ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കാനുള്ളത് ചിക്കുവിന്റെ സ്കൂളിലെ കാര്യങ്ങളാ. അല്ല, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഞാൻ സ്കൂളിന്റെ കാര്യമൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റുമായിട്ട് അഡ്മിഷന്റെ കാര്യം സംസാരിച്ചു. ഇനിയിപ്പോ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നാളെ തന്നെ ചിക്കുവിനെ ആ സ്കൂളിൽ ജോയിൻ ചെയ്യിക്കാം. കൊള്ളാലോ, ചിക്കുവിന്റെ കാര്യത്തില് അർജുൻ കുഞ്ഞിന്റെ നല്ല ഉത്തരവാദിത്വ ബോധമാണല്ലോ. അത് മാത്രം പോരല്ലോ ചെല്ലപ്പ. മേഘയുടെ കാര്യത്തിലും കുറച്ചൊക്കെ ഉത്തരവാദിത്തം അവനെ ഏറ്റെടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത്, ഈ മംഗലാപുരം നഗരത്തിൽ നീ ഇത് ആദ്യമായിട്ടല്ലേ മോളെ? അപ്പോ സ്ഥലവും കാര്യമൊന്നും അറിയുന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടൊന്നും നിന്നെ അറിയിക്കാതെ അവൻ വേണ്ടേ നോക്കാൻ? അമ്മേ, എന്നാ ശരി, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. അതെന്താടാ, നിന്റെ കാലിൽ ചക്രം വെച്ച് കെട്ടിയിട്ടുണ്ടോ? വന്ന് കേറിയത് ഓഫീസിലേക്ക് പറക്കാൻ നോക്കുക. സമാധാനായിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പണി നോക്കിയാ പോരെ? അത് പോരമ്മേ, നാളെ ഒരു കമ്പനിയുടെ കൊട്ടേഷൻ കൊടുക്കാനുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ തന്നെ നോക്കി വെക്കണം. ഞാൻ കൊടുക്കുന്ന കൊട്ടേഷൻ ബിസിനസ് രംഗത്തുള്ള ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം. മംഗലാപുരത്തെ ബിസിനസ് സാമ്രാജ്യം അർജുൻ വീണ്ടും രംഗത്തിറങ്ങിയ കാര്യം അറിയട്ടെ. അങ്ങനെ അത് അറിയണമെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഉടൻ തന്നെ ചെയ്തു തുടങ്ങണം. ഏത് കമ്പനിയായിട്ടാ നമ്മുടെ ആദ്യത്തെ ഡീൽ? മായ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണേ. ഒരു മിനിറ്റ് നിക്ക്. ഈ കൊട്ടേഷൻ കോട്ട് ചെയ്യുന്നതിൽ എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അർജുന് കുഴപ്പമില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞാനും കൂടി അർജുനെ സഹായിക്കാൻ കൂടിക്കോട്ടെ. നിനക്ക് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം. കല്യാണത്തിന് മുന്നേ ഞാനിതൊക്കെ ചെയ്തിരുന്നതാ. മേഘമോളെ വീട്ടിലിരുത്തിയാൽ ചിലപ്പോ ആകെ ബോറടിച്ച് മുഷിഞ്ഞു പോവും. ചിക്കുവിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മേഘയെ നീ നിന്റെ കൂടെ കൂട്ടിക്കോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അവൾക്കും നല്ലതാ. ആയിക്കോട്ടെ മേഘ, എന്നാ നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ബൈ ചിക്കു. എന്ന് പോയിട്ട് വരാം. ഇവിടേക്ക് വന്നപ്പോ തൊട്ട് മേഘ കുഞ്ഞിനൊരു മാറ്റമൊക്കെ വന്നിട്ടുള്ള പോലെ തോന്നുന്നു. അത് നല്ലതിന് തന്നെയാ. അവർക്കിടയിൽ ഒരു അടുപ്പുണ്ടായി കഴിഞ്ഞാ അവരെ തമ്മിൽ ഒന്നിപ്പിച്ച്
ഒരു കല്യാണത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ടാവൂലേ? അങ്ങനെ വല്ലത് സംഭവിച്ചാൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ട ചെല്ലപ്പ. ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നതും അർജുനും മേഘയും ഒന്നിച്ചൊരു ജീവിതം പടുത്തുയർത്താൻ അനുഗ്രഹിക്കണേന്നാ. ചക്കി 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 ഡാഡ്, ചക്കി ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവൂടാ. നീ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ? അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോവാ. അതെന്താടാ? നീ അവിടെ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വന്ന ഉടനെ വീണ്ടും നിന്നെ തിരിച്ചു പോകുന്നേ? ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്ടിന്റെ പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോവാ ഞാൻ. നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണ്ടേ ഡാഡ്? ആ വ്യക്തി ആരാടാ? അർജുൻ. ആ അർജുൻ ഫാമിലി ആയിട്ട് സിറ്റിയിലേക്ക് വന്നിരിക്കുക അത്രേ. അർജുൻ എന്ന് പറയുമ്പോ ആ ദേവരാജന്റെ മകനല്ലേ? അതെ മോ. ഓ, ഞാൻ കമ്പനി തുടങ്ങിയ സമയത്ത് ദേവരാജ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് അർജുൻ ബിസിനസ് ഏറ്റെടുത്തത്. ചെറിയ പ്രായമാണെങ്കിലും നല്ല ബുദ്ധി അവന്. നീ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് അവര് മംഗലാപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയി. അതേടാ മിഥുൻ, ഈ അർജുനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ബിസിനസ്സിൽ അവന്റെ പ്രതിയോഗി ആരാണെങ്കിലും അവരെ തകർക്കും വരെ അവന് ഉറക്കമുണ്ടാവില്ല. ഇറങ്ങി തിരിച്ച പൂർത്തിയാകാതെ അവൻ തിരിച്ചു കയറുമില്ല. അവനോട് മത്സരിക്കാൻ ആരും ഭയക്കുന്ന രീതിയിലായിരിക്കും അവന്റെ ഓരോ നീക്കങ്ങളും. ഈ അർജുൻ ശരിക്കും നല്ല മിടുക്കനാ. അളന്നു മുറിച്ച് മാത്രമേ അവൻ ഓരോ ചുവടും വെക്കാറുള്ളൂ. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അവൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പറഞ്ഞു വന്നാ അവനാള് പവർഫുള്ളാ. അർജുൻ എത്ര പവർഫുൾ ആണെങ്കിലും എന്റെ പ്ലാനിങ്ങിന്റെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല. നിന്റെ ഈ ആത്മവിശ്വാസം തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. എങ്കിൽ മാത്രമേ വിജയത്തിന് നേരെ കുതിച്ചുയരാൻ സാധിക്കൂ. എനിഹൗ, അർജുൻ വീണ്ടും മംഗലാപുരത്ത് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയ്ക്ക് ആരോഗ്യപരമായ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ അയാളുടെ പെരുമാറ്റം പോലെ ഇരിക്കും. എന്നെക്കുറിച്ചും അറിയാലോ, നല്ലവർക്ക് നല്ലവനും ചീത്തയ്ക്ക് ചീത്തയോ. ശരി എന്നാ, ഞാൻ ഓഫീസിലേക്ക് പോവാ. മിഥുൻ, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ? അതൊന്നും വേണ്ട മഞ്ജരി, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഡാഡ്, ചക്കി ചോദിച്ചാ ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കൊന്ന് പറഞ്ഞേക്ക്. ശരിയെന്നാ, അതും ഇതും പറഞ്ഞൊന്ന് ലേറ്റ് ആക്കണ്ട. കാരണം നീ വരാതെ ചക്കി ഉറങ്ങില്ല എന്നുള്ള കാര്യം അറിയാലോ. ഓക്കെ ഡാഡ്, ബൈ. കണ്ടാൽ ഒന്നും അറിയാത്തൊരു പാവാണെന്ന് തോന്നും. പക്ഷെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്നത്. ഇത്രമാത്രം എക്സ്പീരിയൻസ് അവൾക്ക് എവിടുന്നാ കിട്ടിയത്? ഏതൊരു വലിയ കമ്പനിയിൽ അവൾ ജോലി ചെയ്തിട്ടുണ്ടാവണം. ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാനുമാണ് അവൾക്കിഷ്ടം. ഞാൻ കൊടുക്കുന്ന സാലറി കൊണ്ടാ അവൾ അവളുടെ കുഞ്ഞിന്റെയും അവളുടെയും കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ അർജുൻ, ആ പറയൂ മേഘ. ടെൻഡറിനൊരു കൊട്ടേഷൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കിക്കേ. യാ, നോക്കട്ടെ. ഇറ്റ്സ് ഓൾ ഗുഡ്. എന്നാലും മേഘ, ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ്. ശിവ,
ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വാ. പറയൂ സർ. ആ കമ്പനിയുടെ പഴയ ടെൻഡേഴ്സും ആ ടെൻഡേഴ്സിന് അവർ കൊടുത്ത കൊട്ടേഷൻസും ഒരു ലിസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, എന്നാൽ എടുത്തോണ്ട് വരൂ. ഓക്കെ സർ. സർ. യു ക്യാൻ ഗോ. ഓക്കെ സർ. അല്ല, അപ്പോ ഈ ലിസ്റ്റൊക്കെ എന്തിനു വേണ്ടി അർജുൻ? താനിതൊന്ന് നോക്കിയിട്ട് പറ. ഈ ലിസ്റ്റ് റെഫർ ചെയ്താൽ അവരുടെ മൈൻഡ് സെറ്റും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പും എല്ലാം ഒരുവിധം അറിയാം. എന്നുവെച്ചാ അവരേത് പ്രൊജക്റ്റിനെ എങ്ങനെ കോട്ട് ചെയ്യുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അത് വെച്ച് ഇപ്പൊ പുതിയതായിട്ട് അനൗൺസ് ചെയ്ത ടെൻഡറിൽ നമ്മൾ എങ്ങനെയായിരിക്കും കോട്ട് ചെയ്യുക എന്നുള്ളതിന് ഒരു ഗൈഡൻസ് കൂടി കിട്ടും മേഘ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അർജുൻ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു പുതിയ കൊട്ടേഷൻ കൂടി തയ്യാറാക്കാം. അല്ല മേഘ, നമുക്ക് അത്രയ്ക്ക് സമയമൊന്നുമില്ലല്ലോ. യു ഡോണ്ട് വറി. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുവേണ്ടി രാപ്പകല് കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ. എത്രയും പെട്ടെന്ന് ഞാനൊരു പുതിയ കൊട്ടേഷൻ തയ്യാറാക്കാം. എന്നെ വിശ്വസിക്കൂ. എന്നാ ശരി, യു ക്യാരി ഓൺ. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത കൊട്ടേഷൻ. സാറേ, ഇത് കാലാൾപ്പടയോട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന പോലെയുണ്ട്. വയസ്സോ? അർജുൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആദ്യത്തെ കമ്പനിയായത്. ഇപ്പൊ തന്നെ അത് ആകെ നശിച്ച അവസ്ഥയിലാണ് സാറേ. ഇപ്പൊ അയാൾ പെട്ടെന്ന് കയറി വന്നെന്ന് കരുതി കമ്പനി ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല സാറേ. ഒരു കാര്യമില്ലാതെ കൊട്ടേഷന്റെ പേരിൽ നമ്മൾ ഇത്രയധികം സമയം വേസ്റ്റ് ചെയ്യുന്നേ. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അത് തന്നെ സർ. ഒരു കാലത്ത് ഈ അർജുന്റെ റേഞ്ച് വേറെയായിരുന്നു. അന്നാളൊരു പുലിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല്ലുപോയ പുലി അയാള്. അയാൾക്ക് വേണ്ടി നമ്മൾ ഇത്ര സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ പാമ്പ് ചെറുതാണെങ്കിലും അതിന്റെ വിഷം തന്നെയാണല്ലോ. സാറ് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ നമ്മളോട് മത്സരിക്കാൻ മാത്രം അവരത്ര വളർന്നിട്ടില്ല സാറേ. അർജുൻ കമ്പനി ഇനി തല പൊക്കില്ല. കൊട്ടേഷന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫൈൻ, ഞാൻ ഒന്നുകൂടി ഇതൊന്ന് റീകറക്റ്റ് ചെയ്തിട്ട് പറയാം. താങ്ക്സ് ഫോർ ദ സജഷൻസ്. വെൽക്കം സർ. വെൽക്കം സർ. ക്യാരി ഓൺ യുവർ വർക്ക്. ഓക്കെ സർ. പൊട്ടുതെന്നൽ മെല്ലെ പൊട്ടുരുമ്മി പോകെ പൊട്ടണിഞ്ഞു നിൽക്കും പൊട്ടുലഞ്ഞു പോയ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ. തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അളഞ്ഞെന്നു വെള്ളിത്തേരിൽ വിണ്ണിൽ പോലും ദേഹത്തെല്ലാം പൊഴിയാതെ. കോഫി. മുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ. മായമോളെ, മൂത്തവര് പറഞ്ഞത് അനുസരിക്കണ്ടേ? എന്നാലല്ലേ മോള് ഗുഡ് ഗേൾ ആവൂ. ഇങ്ങനെ ചീത്ത പിള്ളേരെ പോലെ വാശി പിടിക്കില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? രണ്ടുരുള ചോറ് കഴിച്ച് കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ നീ? എന്തിനാ അമ്മമ്മ ഇങ്ങനെ പാടുപെടുത്തുന്നത്? അച്ഛൻ വരുന്നവരെ ഞാൻ ഒരു ഉരുള പോലും കഴിക്കില്ല.